എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞു നമ്മൾ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ, ഇന്നലത്തെ വീഡിയോ സത്യത്തിൽ മിനിഞ്ഞാന്നാണ് ചെയ്തത്. ഡോ ജോൺസ് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അതേസമയം S&P യും നാസ്ഡാക്കും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റും അതേപോലെ തന്നെ FTSE സ്ലൈറ്റ്ലി 1 പോയിൻ്റ് നെഗറ്റീവ്, ബാക്കി രണ്ടും പോസിറ്റീവിലാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കുഴപ്പമില്ലാതെ 80 പോയിൻറ്റോളം പോസിറ്റീവിലാണ്. ഏതായിരുന്നാലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാനാണ് സാധ്യത. നിഫ്റ്റിയിലൊക്കെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണൊക്കെ ഫോമായിട്ട് തിരിച്ച് പിന്നീട് താഴേക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഈ ആഴ്ചയിലെ പകുതി ദിവസങ്ങൾ മുന്നോട്ടായിരിക്കും, മുകളിലോട്ടായിരിക്കും പോകാനുള്ള സാധ്യത കൂടുതൽ. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലേക്ക് ചെയ്യാനായി ഒരു 4 സ്റ്റോക്കുകൾ തന്നെയാണ്. നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ആദ്യം നോക്കാം. ഒന്നാമത്തത് ടാറ്റ കെമിക്കൽസ് ആയിരുന്നു. ടാറ്റ കെമിക്കൽസ് നല്ല ഒരു അപ് ട്രെൻഡിലായിരുന്നു കൊണ്ട് തന്നെയാണ് അത് തന്നത്. 15 മിനിറ്റ് ക്യാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാ 4 ഒക്ടോബർ നോക്കി ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. 1132 ഓപ്പൺ ചെയ്തതിനു ശേഷം സ്ലൈറ്റ്ലി ചെറുതായിട്ട് 1138 വരെ പോയി. പക്ഷേ നമ്മുടെ എൻട്രി 1142 ആയിരുന്നുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കേണ്ടി വന്നില്ല. നേരെ താഴെ വരികയാണ് ചെയ്ത്. താഴെ വന്നതിന് ശേഷം ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ രൂപത്തിൽ പാറ്റേൺ ഫോമായി പിന്നീട് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് തന്നത്. നോക്കൂ, ഇവിടെ നമുക്ക് 1141 എൻട്രി ലഭിച്ചു സ്റ്റോക്ക്. അതിനുശേഷം ഇതുവരെ 1159 വരെ പോയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 1145-ഉം സെക്കൻഡ് ടാർഗറ്റ് 1149-ഉമാണ്. നമുക്ക് 59 വരെ പോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താഴെ വന്നതിന് ശേഷം വീണ്ടും മേലേക്ക് പോയി, പിന്നെ വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്തത്. ഏതായിരുന്നാലും നമുക്ക് അതിലൊരു എൻട്രി ലഭിച്ചു, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അരവിന്ദ് ഫാർമയിൽ നമ്മൾ ഒരു ബൈ എൻട്രി 1464-ലായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1458-ലാണ്. നമുക്ക് 1464-ലാണ് എൻട്രി. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വരികയാണ് ചെയ്ത്. താഴെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 464-ൽ ഒരു എൻട്രി ലഭിച്ചു. സ്റ്റോക്ക് അതേ ലെവലിൽ പിന്നീട് പോയത്. ഇവിടെ ഒന്നും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ല. പിന്നീട് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇവിടെ 1489, 1490-ലാണ്. നമുക്ക് 1470-ഉം 1475-ഉമാണ് ടാർഗറ്റ് ആയിട്ടുള്ളത്. അതിന് മുകളിൽ പോയതുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ അതിലും സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, അതായത് മൂന്നാമത്തേത് JK പേപ്പറിലും നമുക്കൊരു ബൈ എൻട്രിയാണ് തന്നിരുന്നത്. നമുക്ക് നോക്കൂ, ഇവിടെ 4-ാം തീയതി 9:15 ഓപ്പൺ ചെയ്തത് 465-ലാണ്. നമുക്ക് 469-ലാണ് എൻട്രി. 465-ൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയി 482 വരെ പോയി. ആ ക്യാൻഡിൽ നമുക്ക് 469 ആയിരുന്നുകൊണ്ട് നമുക്ക് അതിൽ തന്നെ എൻട്രി ലഭിച്ചു. നമുക്ക് സ്റ്റോക്ക് പിന്നീട് താഴേക്ക് വന്നതേ ഇല്ല. നേരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 495 എന്ന ഹൈയാണ്. നമുക്ക് 473, 475-ഉമാണ് ടാർഗറ്റ് ആയിട്ടുള്ളത്. അതിന് മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട രീതികൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് സീലിലും നമുക്കൊരു സെൽ എൻട്രിയാണ് പറഞ്ഞിരുന്നത്. 135-ൽ ഒരു സെൽ എൻട്രി. സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത് നോക്കൂ, ഇവിടെ 9:15 നോക്കട്ടെ. ഓപ്പൺ ചെയ്തത് 135.70-ലാണ്. നമുക്ക് 135-ലാണ് എൻട്രി. നേരെ താഴെ വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഫസ്റ്റ് ക്യാൻഡിൽ എന്തായാലും എൻട്രി ലഭിച്ചില്ല. സെക്കൻഡ് ക്യാൻഡിൽ നേരെ വീണ്ടും മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും താഴെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെയാണ് എൻട്രി ലഭിച്ചിരിക്കുന്നത്. അതായത് 12:30 ഇവിടെ എൻട്രി ലഭിച്ചതിന് ശേഷം 135-ൽ എൻട്രി ലഭിച്ചതിന് ശേഷം നേരെ സ്റ്റോക്ക് പിന്നീട് മുകളിലേക്ക് പോകാത്തതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ പേടിയില്ല. ഏറ്റവും താഴെ വന്നത് 130.71. നമ്മുടെ ടാർഗറ്റ് 131-ആണ് ലാസ്റ്റ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് 133-ഉം സെക്കൻഡ് ടാർഗറ്റ് 131-ഉമാണ്.
ഏതായിരുന്നാലും അതിന് താഴെ പോയതുകൊണ്ട് ആ 2 ടാർഗറ്റുകളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 4 സ്റ്റോക്കുകളും വെള്ളിയാഴ്ച നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നേക്ക് ചെയ്യാനുള്ള ഒരു 4 സ്റ്റോക്കുകൾ. ആദ്യത്തേത് ഈ മുദ്രയാണ്. ഈ മുദ്രയിൽ നമുക്കൊരു 889 890 എൻട്രി എടുത്താൽ മതി. നമുക്ക് ഇവിടെ നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇതിനെ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധ്യത, കാരണം മാർക്കറ്റിൽ നിന്ന് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്നും എൻട്രി എടുത്ത് പോയി കഴിഞ്ഞാൽ, അതായത് 890 എൻട്രി എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 884 വയ്ക്കാം. ഒരു 6 പോയിൻറ്റ് 884 സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ 896 ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് ഈ ക്യാൻഡിൽ 900. അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രോഫിറ്റ് പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ആനന്ദരാജാണ്. ആനന്ദരാജിൽ നമുക്കൊരു ബൈ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. 730 നോക്കുക. ആനന്ദരാജിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 730 കിട്ടുന്നത്. നോക്കൂ, ഈ ഒരു ട്രെൻഡ് ലൈന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 730 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 724 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്വിങ് ആയ 724 സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 737 741 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിനൊക്കെ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താഴേക്ക് വരുന്നതുകൊണ്ട് മാർക്കറ്റിന് 2-3 ദിവസം മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. തന്നെ നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ 737 741 എന്നിങ്ങനെ ടാർഗറ്റും കീപ്പ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേത് ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യയിലും നമുക്കൊരു ഇവിടെ നോക്കുക, ഒരു വി ഷേപ്പ് റിക്കവറിയാണ്. ഒരു വി ഷേപ്പ് റിക്കവറി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് വെള്ളിയാഴ്ച താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് വേണം നമുക്ക് കരുതാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. 578 വി ഷേപ്പ് റിക്കവറി നല്ല മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 573 നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് 582 585 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മൂന്നാമത്തെ സ്റ്റോക്ക് ഓയിൽ ഇന്ത്യ കഴിഞ്ഞു. ലാസ്റ്റ് വൺ പ്രാജ് ഇന്ത്യയാണ്. പ്രാജ് ഇന്ത്യയിലും നമുക്കൊരു ബൈ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ എൻഡിൽ ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ലാസ്റ്റ് ക്യാൻഡിൽ ഫോം ആയതിൻ്റെ ഹൈ 764 എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലോയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. 759 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 769 771 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ പരമാവധി പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ മാർക്കറ്റ് സംബന്ധമായ എല്ലാ നോളേജുകളും അതുപോലെ തന്നെ എല്ലാ ന്യൂസുകളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്.